ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ലെഫ്റ്റ് ഓവറിങ് കൂടെ ഉണ്ടല്ലോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഓവറിൽ ശരിക്കും 7.5 ഒരു വലിയ സിസ്റ്റായിരുന്നു. അപ്പം അത് നോക്കി ലെഫ്റ്റ് നോക്കിയപ്പം അതിലും ഒന്നുമില്ല, എല്ലാം ക്ലിയറാണ്. അതിൻ്റെ റിസൾട്ട് എൻ്റെ റിപ്പോർട്ടിനകത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാണാവുന്നതാണ്. എന്നെ അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ആ ഡോക്ടർ എന്നോട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചു, ഇത് എവിടെയാണ്, ആലപ്പുഴ എവിടെയാണ്? ഞാൻ കലവൂരാണെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ ശക്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇയാൾ പറഞ്ഞ പോലെ ഇതൊരു മിറാക്കിൾ തന്നെയാണ്, ഇയാൾക്ക് സർജറിയുടെ ആവശ്യമേ ഇല്ല. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് പെട്ടെന്ന്, കാരണം എൻ്റെ ഏട്ടൻ പുറത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വളരെ വിഷമിച്ചാണ് ഇരിക്കുന്ന ആൾ. എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ മതി, ഏട്ടനോട് പറയണം ഇങ്ങനെ മിറാക്കിൾ നടന്നു എന്ന്. ഞാൻ അവിടെ ഡോക്ടറിനോട് ഒത്തിരി താങ്ക്സ് പറഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഏട്ടനെ വന്ന് നോക്കിയപ്പോൾ വിഷമിച്ച് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഏട്ടാ എന്ന് വിളിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിറാക്കിൾ നടന്നു ഏട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആളങ്ങ് കരഞ്ഞു. പിന്നെ വാക്കുകളൊന്നും വരുന്നില്ല, അങ്ങ് കരയായിരുന്നു. പിന്നെ അപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഓടി വന്ന്, റിസപ്ഷൻ ഇരിക്കുന്ന കുട്ടിക്ക് എല്ലാവരും വന്ന് എല്ലാവരും ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചു. ഞങ്ങൾ കൃപാസന അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടറിന് വിശ്വാസമായി. ഡോക്ടർ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ തിരികെ വീട്ടിൽ പോയി ഞങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു. എന്നെ ഒത്തിരി പേര് കാണാൻ വന്നു, കാരണം ഒരു അത്ഭുത ശിശുവിനെയൊക്കെ പോലെ കാണുന്ന പോലെ എല്ലാവരും ഒത്തിരി പേര് എന്നെ കാണാൻ വന്നു. എന്നുവെച്ചാൽ ഞാൻ ഒത്തിരി ക്രിസ്ത്യൻസ് ഞങ്ങളുടെ വീടിന് ചുറ്റുമൊക്കെ ഒത്തിരി പേര് താമസിക്കണം, കാരണം അത്ഭുത മാതാവിൻ്റെ കുരിശടി ഫ്രണ്ടിലുണ്ട്. ആ അത്ഭുത മാതാവിൻ്റെ കുരിശടിയിൽ എല്ലാവരും പോകും, അങ്ങനെ മതമൊന്നുമില്ല, എല്ലാവരും പോകുന്നു, എല്ലാവർക്കും വിശ്വാസമാണ്.